ഹലോ ഫ്രണ്ട്സ്, TutorVaultന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങൾ യൂട്യൂബിൻ്റെ തമ്പനെയിൽ കണ്ട പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം തമ്പനെയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബർ എങ്ങനെ നമുക്ക് 100x മടങ്ങ് വർദ്ധിപ്പിക്കാം എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂസും വാച്ച് ടൈമും നമുക്ക് എങ്ങനെ 10x നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ്. യൂട്യൂബിൽ സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ തുടങ്ങി റൺ ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു 10-15 വീഡിയോ ഇട്ടിട്ട് ഒരു 10-20 സബ്സ്ക്രൈബർ തന്നെ തടഞ്ഞു നിൽക്കുന്ന യൂട്യൂബർ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും സംശയമാണ് അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് വ്യൂസ് വരുന്നില്ല, സബ്സ്ക്രൈബർ വരുന്നില്ല എന്നുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും പേഴ്സണലായിട്ടും വാട്സപ്പിലൂടെയും നിരന്തരം ആളുകൾ എനിക്ക് അയക്കുന്ന മെസ്സേജാണ്, ചേട്ടാ ഞങ്ങൾ ഇത്ര വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷവും എനിക്ക് വ്യൂസ് വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആദ്യ കാലത്ത് അത്ര വ്യൂസ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് എനിക്കൊരു 4 ലക്ഷം 5 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഒരു യൂട്യൂബർ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അവരിടുന്ന ഷോർട്ട് വീഡിയോയ്ക്കും ലോങ് വീഡിയോസിനും പണ്ടത്തെ അത്ര വ്യൂസ് വരുന്നില്ല. അതുപോലെ അവരുടെ വ്യൂസ് ഓരോ മാസം ചെല്ലുന്തോറും കുറഞ്ഞു വരികയാണെന്നുള്ള നിരന്തരമായുള്ള പ്രശ്നങ്ങൾ, അത് വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരാണെന്നുള്ള രീതിയിലുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ ഡെയിലി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട വീഡിയോസ് ഏതാണെന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് വെക്കണം. നിങ്ങൾ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സൺഡേ ഒരു ദിവസങ്ങളിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1.5 ഇടവിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു വീക്കിലി എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഏത് വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്ത വീഡിയോസ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. അതിനു മുമ്പേ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വ്യൂസും സബ്സ്ക്രൈബറും വരുന്നില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇംപ്രഷൻ കുറവായിരിക്കും, അതുപോലെ CTRഉം കുറവായിരിക്കും. ഓൾറെഡി തന്നെ എന്താണ് CTR എന്നും CTR എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ ആ വീഡിയോ കാണുകയും നല്ല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. CTR ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ല വ്യൂസും സബ്സ്ക്രൈബറും ഉണ്ടായ നിരവധി യൂട്യൂബേഴ്സ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CTRൻ്റെ വീഡിയോ ഞാൻ ഫുൾ ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. അതുപോലെ നമ്മുടെ യൂട്യൂബിൽ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും 100% നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഇടുന്ന വീഡിയോസാണ്. അത് കാണാത്തവരുണ്ട് തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. നിങ്ങൾ ഒരു തുടക്കക്കാരാണെങ്കിലും ഒരു യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഇംപ്രഷൻ ആൻഡ് CTR എന്ന് പറയുന്ന 2 യൂട്യൂബിൻ്റെ ടേംസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇംപ്രഷൻ, ഞാൻ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു പുതിയ യൂട്യൂബറാണ്, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ 0 സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ഒരു കൗണ്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് തന്നെ ആ വീഡിയോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു 1000-ഓ 2000-ഓ ഇംപ്രഷൻ ആ വീഡിയോയിലേക്ക് കൊടുക്കും. അതായത് ഇംപ്രഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെ ആ വീഡിയോ മറ്റു ആൾക്കാരുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ, അതായത് യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്കും വെബ്സൈറ്റിലേക്കും അവരുടെ മറ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഹോം പേജിലേക്ക് വീഡിയോ റെക്കമെൻഡ് ചെയ്യപ്പെടും. അങ്ങനെ യൂട്യൂബ് തന്നെ ആ വീഡിയോയ്ക്ക് ഒരു ഇംപ്രഷൻ നൽകിയിട്ടാണ് നിങ്ങളുടെ തുടക്കക്കാരുടെ ഒരു യൂട്യൂബ് ചാനൽ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് തന്നെ എത്തിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഒരു തുടക്കക്കാരൻ്റെ, അതായത് നിങ്ങളൊരു പുതിയ യൂട്യൂബറാണ്, നിങ്ങളുടെ ചാനലിൽ 0 സബ്സ്ക്രൈബർ ഉള്ള നിലയിൽ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലേക്ക്, അതായത് ഒരു 1000 ഇംപ്രഷൻ അവർ കൊടുത്തു എന്ന് കരുതട്ടെ. ഈ 1000 ഇംപ്രഷൻ്റെ അകത്ത് നിങ്ങളുടെ ചാനലിലെ വീഡിയോ എത്ര ആളുകൾക്ക് ഇഷ്ടമായി എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ വീഡിയോ 1000 ഇംപ്രഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ വീഡിയോയുടെ എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. CTR എന്ന് പറയുന്നത് ക്ലിക്ക് ത്രൂ റേറ്റ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ ഒരാളിലേക്ക് എത്തുന്നത്, അതായത് നിങ്ങൾ 0 സബ്സ്ക്രൈബർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്ത്
ഇംപ്രഷൻ നൽകി അത് മറ്റുള്ളവരുടെ ഹോം പേജിലേക്കോ അല്ലെങ്കിൽ റെക്കമെൻഡിലേക്കോ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിൽ, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ മെയിൻ ഇംപ്രഷൻ എന്ന് പറയുന്നത് തമ്പനെയിലാണ്. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ ഒന്നും തന്നെയില്ല, അതായത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ മറ്റൊരാൾക്ക് കാണുന്ന രീതിയിൽ, അതായത് അതിൽ നിന്ന് ഒരു ഇൻഫർമേഷനും ഇല്ല, എന്നാലും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിൽ അടിപൊളി ഒരു തമ്പനെയിലാണെങ്കിൽ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിൽ കാണുന്ന ഏതൊരു വ്യൂവറാണെങ്കിലും അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് 1 മിനിറ്റെങ്കിലും നിങ്ങളുടെ വീഡിയോ എന്താണെന്ന് അവർ വാച്ച് ചെയ്യും. അതാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അത് ആർക്കും ഷെയർ ചെയ്തില്ലെങ്കിലും അതിലേക്ക് വ്യൂസ് വരും. വ്യൂസ് വരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ ഓൾറെഡി തന്നെ യൂട്യൂബ് തന്നെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു 1000 അല്ലെങ്കിൽ 500, 2000 ഇംപ്രഷൻ അതിലേക്ക് കൊടുക്കും. അതായത് ഇംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടും. അതായത് മറ്റ് വ്യൂവേഴ്സിൻ്റെ ഹോം പേജിലേക്കോ, അതിപ്പോൾ യൂട്യൂബ് ആപ്പായാലും യൂട്യൂബ് വെബ്സൈറ്റ് ആണെങ്കിലും അവരുടെ ഹോം പേജിലേക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടുകയും ഈ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന വീഡിയോ അവർ തമ്പനെയിലല്ലേ എന്തായാലും വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഈ തമ്പനെയിൽ ഒരു ഇംപ്രഷനുണ്ട്. അതായത് മറ്റ് വ്യൂവേഴ്സിന് നമ്മുടെ തമ്പനെയിൽ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് അതാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സിനിമ കാണാൻ പോകുന്നു. ആ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ പോസ്റ്റർ കാര്യങ്ങൾ നോക്കി അതിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ ആ സിനിമ കാണാൻ പോകുന്നത്. ആ സിനിമ കാണാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ തിയേറ്ററിൽ കയറുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കണ്ട പിക്ചറിലുള്ള അതേ സ്റ്റില്ലുകൾ അല്ലെങ്കിൽ അതേ സംഭവങ്ങൾ സിനിമയിൽ ഉണ്ടാകണം എന്ന് വിചാരിച്ചില്ല നിങ്ങൾ സിനിമ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ യൂട്യൂബിൻ്റെ തമ്പനെയിൽ. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ തമ്പനെയിൽ തന്നെയാണ്. നിങ്ങളുടെ തമ്പനെയിൽ എത്രമാത്രം മറ്റാർക്ക് അട്രാക്റ്റീവ് ആവുന്നു, അതായത് മറ്റ് വ്യൂവേഴ്സിന് എത്രമാത്രം അട്രാക്റ്റീവ് ആവുമോ അത്രമാത്രം ഇംപ്രഷൻ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് വരും. അതുപോലെ ആ ഇംപ്രഷൻ അനുസരിച്ച് ക്ലിക്ക് ത്രൂ റേറ്റും കൂടും. ഇംപ്രഷൻ നമ്മൾ കൂട്ടാനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലിക്ക് ത്രൂ റേറ്റ്, അതായത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ CTR നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി. അതായത് CTR കൂട്ടേണ്ട എങ്ങനെയാണെന്നുള്ള ഒരു അടിപൊളി വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് CTR ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നും CTR എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇംപ്രഷൻ ഉണ്ടാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ CTR ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ മതി. CTR ഇമ്പ്രൂവ് ആകും തോറും ഇംപ്രഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പോൾ നിങ്ങൾ ഇംപ്രഷൻ കൂട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ തമ്പനെയിലും ടൈറ്റിലും മറ്റു വ്യൂവേഴ്സിനെ അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ ആഡ് ചെയ്യാൻ നോക്കുക. ഇപ്പം നിങ്ങളൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷം അതിലേക്ക് വ്യൂസ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ അതിൽ ക്ലിക്കൊന്നും വരുന്നില്ല. നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ വീഡിയോയുടെ താഴെയായിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ വീഡിയോയ്ക്ക് എത്ര ഇംപ്രഷൻ വന്നു, അല്ലെങ്കിൽ എത്ര വ്യൂ ഡയറക്ഷൻ കിട്ടി, അതായത് നമ്മുടെ ആ വീഡിയോ എത്ര പേര് എത്ര സമയം വാച്ച് ചെയ്തു എന്നും അതിലേക്ക് വരുന്ന എത്ര CTR എന്നും നമുക്ക് കാണാൻ തരും. അതിൽ പറയുന്നത് ക്ലിക്ക് ത്രൂ റേറ്റ് എന്നാണ് പറയുന്നത്. CTR എന്നല്ല, ക്ലിക്ക് ത്രൂ റേറ്റ് എന്നും പറയും. CTR എന്ന് വേറെ ഒരു ഓപ്ഷണലായിട്ട് പറയുന്നുമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീഡിയോയ്ക്ക് എത്ര ഇംപ്രഷൻ യൂട്യൂബ് നൽകിയെന്നും എത്ര ക്ലിക്ക് ത്രൂ റേറ്റ് അതിന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിലും ടൈറ്റിലും നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തമ്പനെയിലും ടൈറ്റിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് 1K 2K 3K എന്ന് പറഞ്ഞ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തമ്പനെയിലും ടൈറ്റിലും ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലും നല്ല കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷവും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ സ്റ്റക്കായിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് ക്ലിക്ക് ത്രൂ റേറ്റും കൂടുന്നില്ല, അതായത് CTRും കൂടുന്നില്ല, ഇംപ്രഷനും കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ തമ്പനെയിലും മാറ്റുക, അതിൻ്റെ ടൈറ്റിലും മാറ്റുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ യൂട്യൂബിൻ്റെ തമ്പനെയിലും ടൈറ്റിലും ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോയിലേക്ക് വീണ്ടും വ്യൂസും സബ്സ്ക്രൈബറും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. വളരെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ഇംപ്രഷനും CTRും ചെക്ക് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഒരിക്കലും ഇംപ്രഷൻ കൂട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ CTR, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അത് ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ വീഡിയോയുടെ ഇംപ്രഷൻ കൂടുമ്പോഴാണ് ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുന്നത്. ഇംപ്രഷൻ കൂടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇംപ്രഷൻ കൂട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നല്ല പ്രൊഫഷണൽ രീതിയിലുള്ള തമ്പനെയിൽ ആഡ് ചെയ്യുക, അതുപോലെ ടൈറ്റിൽ ആഡ് ചെയ്യുക. ടൈറ്റിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോയിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ച ശേഷം നിങ്ങൾ ഇടുന്ന ടൈറ്റിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് 100% മനസ്സിലാകുന്നുണ്ട്.
ആ വീഡിയോയിൽ നിന്നും അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യമാണ് അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അങ്ങനെ രീതിയിലുള്ള ടൈറ്റിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് നിങ്ങൾ കുറേ ടൈറ്റിൽ വാരി എഴുതി ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറി ബേസ്ഡ് ആണോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ടൈറ്റിൽ ആഡ് ചെയ്യുക. അതുപോലെ തമ്പനെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളുടെ ഇംപ്രഷൻ കൂടണമെങ്കിൽ തമ്പനെയിൽ അടിപൊളിയായിട്ട് പ്രൊഫഷണൽ രീതിയിൽ ആഡ് ചെയ്യണം. എങ്ങനെ പ്രൊഫഷണൽ തമ്പനെയിലൊക്കെ ആഡ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കുറവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ചാനലിന് ഇടുന്ന വീഡിയോസിന് വ്യൂസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തമ്പനെയിലും ടൈറ്റിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ എല്ലാത്തിലും ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വീഡിയോയുടെ ക്വാളിറ്റി. നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു സബ്സ്ക്രൈബർ നിങ്ങളുടെ തമ്പനെയിലും ടൈറ്റിലും കണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, വീഡിയോയുടെ ഉള്ളിലേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടൻറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആ കണ്ടൻറ്റിൻ്റെ അകത്ത് വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. നിങ്ങൾ കൊടുക്കുന്ന കണ്ടൻറ്റ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലിക്കിലും അല്ലെങ്കിൽ ആ ഇംപ്രഷനിലും ആ സബ്സ്ക്രൈബർ നിങ്ങളെ അൺസബ് ചെയ്ത് പോവുകയും നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കുക, നല്ല തമ്പനെയിൽ ഉണ്ടാക്കുക, നല്ല ടൈറ്റിൽ ഉണ്ടാക്കുക. ഇത് വളരെ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ച് വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടി നല്ല നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കി നല്ല തമ്പനെയിൽ ആഡ് ചെയ്ത് ടൈറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂസും സബ്സ്ക്രൈബറും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.